അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാമത്തെ ഒരു ചോദ്യം വന്നത്, നമ്മുടെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ഇസ്തിഗ്ഫാർ കൂടുതൽ അർത്ഥമാകുന്നത്. ശരിയാണ്. നമ്മുടെ പാപമോചനത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തെറ്റിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഷെയ്ത്താൻ വഴിപഴിപ്പിച്ചെങ്കിലും ആദം നബി പറയുക റബ്ബന ലലംനാ അൻഫുസന. ആദം നബി എന്ത് ചെയ്തില്ല? ഷെയ്ത്താനൊന്നും കുറ്റം പറയാൻ പോയില്ല. റബ്ബന ലലംനാ അൻഫുസന അല്ലേ, പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. അപ്പോഴാണ് ഇസ്തിഗ്ഫാറിൻ്റെ പൂർണ്ണാർത്ഥം കിട്ടുന്നത്. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വന്നു പോകുന്ന പിഴവുകൾ നാം എങ്ങനെയാണ് കരുതേണ്ടത്? സാമൂഹികമായ ചില തിന്മകളിൽ നാം ഉൾപ്പെട്ടു പോകുന്നു. ഉദാഹരണം പലിശ, കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്ത്, ശിർക്ക്. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? സൃഷ്ടാവിന് എതിരെ സൃഷ്ടികളെ അനുസരിക്കരുത് എന്നാണല്ലോ. അതെ. പക്ഷേ ഭാര്യമാരെ അണിയിച്ചൊരുക്കുന്ന നടക്കാൻ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്തൃ കുടുംബങ്ങളിൽ ഉള്ള മൗലൂദ് പോലുള്ള പരിപാടികൾ എതിർത്തിട്ടും പ്രയോജനമില്ല സാഹചര്യങ്ങൾ ഉണ്ട്. എതിർത്തിട്ടും പ്രയോജനമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതിലെല്ലാം നമുക്ക് പാപത്തിൻ്റെ പങ്കുണ്ടാകുമോ? ഇസ്ലാമിൽ പാപത്തിൻ്റെ പങ്ക് എവിടെ വരിക എന്നറിയോ? നമുക്ക് കൺട്രോളുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ നമുക്കുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ അത് വെറുപ്പോട് കൂടിയാണ് ചെയ്യുന്നത് പോലുള്ള സംഗതിക്കനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മളുടെ പാപത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. ഏതുവരെ? നമ്മൾ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ സഹകരിച്ചു കൊടുക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാനോ തടുക്കാനോ കഴിയുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് അതനുസരിച്ച് ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കഴിയുന്നില്ല, നമുക്ക് നിർബന്ധിക്കപ്പെടുന്ന കൊയേർഷൻ എന്ന് പറയും. അതായത് പിടിച്ച് ബലം പ്രയോഗിച്ചുകൊണ്ട് നിർബന്ധിക്കുക. അതിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തില്ല? ബലം പിടിച്ചുകൊണ്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഫറിന് പോലും എന്തില്ല? പാപം ഇരിക്കില്ല. ഇപ്പൊ ഒരു കുഫർ ചെയ്യാൻ വേണ്ടി ഒരുത്തൻ കൊയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലല്ലേ? അത് ഇത് ഞാൻ വിശദമായിട്ട് ഈമാനിന്റെ നിർവചനവും ഷെയ്ഖ് അൽബാനിയുടെ ഇർജാവും തമ്മിൽ വിശദീകരിച്ചെടുത്ത് അബ്ദുൽ അസർ റാജിയെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. കൊയേർഷൻ വഴി വരുന്നത് മനസ്സിലല്ലേ? ലാ കുഫ്ര ഇല്ലാ ബിയത്തിക്കാൽ എന്ന ജഹ്മുൻ സഫാന്റെ വാദം അൽബാനിന്റെ ബുക്കിലുള്ളത് വിശദീകരിച്ച സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ആ സ്പീച്ച് ഞാൻ പഴയത് വിട്ടുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊയേർഷൻ വഴി നമ്മൾ തിന്മ ചെയ്യിച്ചാൽ നമുക്ക് എന്തില്ല? കുറ്റമില്ല. അതേസമയത്ത് കൊയേർഷൻ ഇല്ലാത്ത മറ്റ് പ്രേരണകളും മറ്റു ഭീഷണികളും വധഭീഷണിയും പോലുള്ള സംഗതികൾ അതിൻ്റെ തോതനുസരിച്ചുള്ള പങ്കേ നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാതെ ഇതിൽ പങ്കെടുക്കേണ്ടി വന്നാൽ, സഹകരിക്കാൻ നമ്മൾ താല്പര്യമില്ല, പക്ഷെ നമ്മൾ നിർബന്ധിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ഭീഷണി വന്നു. ഇപ്പം എൻ്റെ വീട്ടിലെ മൗലൂദിന് നീ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിക്കോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കതിന് സാധ്യമാകുമ്പോൾ ചെയ്യാം. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് അനിഷ്ടത്തോടു കൂടിയാണോ, അല്ലെങ്കിൽ എത്ര കണ്ട് എതിർപ്പോട് കൂടിയാണോ, അല്ലെങ്കിൽ എത്ര കണ്ട് നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ ഇതിൽ പങ്കു ചെയ്തത്, അതനുസരിച്ചുള്ള പാപം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ പാപങ്ങളില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മളെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മളെ കഴിവിൻ്റെ അപ്പുറത്തേക്കൊരു നമുക്ക് റെസ്പോൺസിബിലിറ്റി അല്ലാഹ് നൽകിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളത്. ഇൻ ഡീറ്റെയിൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിന് ഏകദേശം ഒരു അരമണിക്കൂറോളം വിശദീകരിക്കേണ്ടതുണ്ട് ഈ സംഗതികൾ ഇൻഷാ അല്ലാഹ്.